ഗായ്സ് അവസാനം നമുക്ക് ജമ്പർ അടിക്കാൻ ഒരു രക്ഷയില്ലാട്ടോ. നമ്മുടെ ജമ്പറിൻ്റെ അത് നീങ്ങുന്നില്ല. അപ്പം ഇവിടുത്തെ ചേട്ടൻ മറ്റേ ഇത് രക്ഷിക്കാരനാണ്. അപ്പോൾ പുള്ളിക്കാരനെ കുറേ ഞാൻ സംസാരിക്കും. വഴിക്ക് നിൽക്കുന്ന എന്നിട്ട് വണ്ടി കയറിക്കോ തണുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് വേറെ ഒരു വണ്ടിയുടെ അവരൊരു ബാൾട്രേന്ന് കൊടുക്കുവനെ നോക്കണേ. അങ്ങനെ ഏറ്റവും വരെ വലിച്ചിട്ട് ഡൈനാമോന്നാണ് കൊടുക്കുന്നത്. ഡൈനാമോ സെപ്പറേറ്റ് വലിച്ചാക്കുക. അപ്പോൾ ഡൈനാമോ സെപ്പറേറ്റ് വലിച്ച് അതിനകത്ത് നമുക്ക് അടിച്ചിരുന്നു. എടാ 12 വോൾട്ട് പ്രശ്നമില്ലല്ലോ. 12 വോൾട്ട് പ്രശ്നമില്ല. അടിച്ചു കൊടുത്തു ലോക്ക് നമ്മളിത് ജാക്കി സെറ്റ് എടുക്കണം. ഓ ഗൈസ് ഫൈന് ചെക്കിടെ പത്താണെന്ന് പറയാൻ പറ്റില്ല. വളരെ തടുപ്പാ. ഓ ഗൈസ് ഫൈനിൽ അങ്ങനെ നമ്മൾ വണ്ടി വലിക്കാൻ വേണ്ടി പോട്ടെ. ഇവിടെയുള്ള ഒരു വണ്ടി വന്നിട്ടുണ്ട്. ലോറിക്കാരെ രാവിലെ വിട്ട് പായി കേട്ടോ. ഇതിൽ ഒരാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും ഇറങ്ങുള്ളൂ. നമുക്ക് വേണ്ടി ഇവിടുത്തെ ഇവിടെ ബ്ലോക്കായി പമ്പ് മൊത്തം. ലോറിക്കാരെല്ലാം നിർത്തി. ഇവിടെ ഒരാൾ നിർത്തിക്കഴിഞ്ഞാൽ എല്ലാവരും നിർത്തും. ഇവർക്ക് ലോക്ക് വേണമെന്നാണ് വലിക്കാൻ വേണ്ടി. അതിനൊക്കെ ജാക്കറ്റ് ഇന്നലെ വൃത്തിയാക്കിയ വണ്ടിയാണ്. മൊത്തം കുളമായി. എണ്ണ ലാഭിക്കാൻ വേണ്ടി പോയത് ഇന്നലെ അല്ലേ. ഇച്ചിരി നേരെ ചെല്ലുന്നു. മറ്റേ വണ്ടിക്ക് ലോക്ക് ഇടുന്നു. പുള്ളിക്കാരൻ പറയുന്നു അവിടെ ലോക്ക് ഇടാം. എല്ലാം ഒന്നുമില്ല. ആ അടിച്ചോ ലോക്കായി. ഇതെന്താ ഇവര് നമുക്ക് റോട്ടി വലിച്ചു കിട്ടിയാ പോരെ. ഇതാരെയാ വലിക്കാൻ വേണ്ടി പോകട്ടോ. നേരെയാക്കുന്നു വലിക്കുന്നു. ഇതാരെയാന്നൊരു പിടിച്ചില്ലല്ലോ. ഇതാ വണ്ടി ചൈനീസ് വണ്ടി കേട്ടോ. വലിക്കാൻ വേണ്ടി പോകുന്നത്. നേരെ റോട്ടിൽ കയറ്റുന്നു തള്ളി എടുക്കുന്നു. ആഫ്രിക്കാൻ എടുത്തു. എവിടെ സ്റ്റഡി ആക്കിക്കോ. ആം ബ്രേക്ക് വിട്ടോ. വിട്ടില്ലേ? ആം ബ്രേക്ക് വിട്ടോ. ആ നേരെ പിടിക്കുന്നു. വണ്ടി ആയതുകൊണ്ട് തള്ളാൻ പോലും കിട്ടുന്നില്ല കേട്ടോ. നേരെ വണ്ടി എടുത്തിട്ട് വണ്ടിക്ക് വലിക്കുന്നതൊക്കെ ഭയങ്കര കഷ്ടമാണ്. വലിക്കില്ലേ? നീ ഫ്രീ ആക്കി വിട്ടുകൊടുക്ക്. നേരെ അങ്ങോട്ട് വലിച്ച് വലിച്ച് കൊണ്ടുപോകും കേട്ടോ. നേരെ ചവിട്ട് 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 വണ്ടി ചവിട്ട് വണ്ടി ചവിട്ട് വണ്ടി കിട്ടിയാ ഒരു രക്ഷയും കാണുന്നില്ല കേട്ടോ. ഇറങ്ങി കൊടുക്കവനെ. ഇറങ്ങി കൊടുക്ക. അവന്മാർക്ക് അടുത്ത് ശീലമുണ്ടല്ലോ. ഇറങ്ങി കൊടുക്ക. ഇന്നായതുകൊണ്ട് വണ്ടി നോക്കിട്ട് പണി പോകും. കേട്ടായോ? ഇല്ല. ചവിട്ട് ചവിട്ട്. എന്തായി? എന്താ കേട്ടായോ? വണ്ടി നീങ്ങി പോന്നു. വണ്ടി നീങ്ങി പോന്നു. എന്നാ ഗ്രിപ്പ് റോട്ടിൽ കയറണം. Бля, на дорогу опасно. Если бы впереди было бы за что зацепить. Впереди-то нету что цеплять. English so? Yeah. Yeah. Brother, this road On the road, it's very dangerous.
Like this car. Boom. Yes. റോഡ് ഡേഞ്ചർ ആണെന്നാലും On this place. On this place. But ടയർ Ну, понятно, что. Ну, блин, понятно. റോഡ് തടഞ്ഞാണെന്ന് ഇംഗ്ലീഷ് ചോദിച്ചതിന് രഞ്ജുരത്തിന് എവിനെ എല്ലാരും ഉപേക്ഷിച്ചു. Назад нет, назад только, видишь, опасно назад. Сейчас вперед бы тащить, бы другое дело. ഇതറിയാം കൊടുത്ത നമ്മുടെ എല്ലാ വണ്ടിക്കാരും പോയി, അവര് പോയി. ഈ ഒറ്റൊരു മനുഷ്യൻ മാത്രമേ ഉള്ളൂ, എല്ലാവരും പോയി. ഹീറ്റാക്കിയാലോ? ഇത് പിടിച്ചേനെ കൈ കൊള്ളുന്ന ഇങ്ങനെ. നമ്മുടെ തീയുണ്ടോ? അതിങ്ങെടുക്കുക, കത്തിക്കാൻ കൊണ്ട് താഴോട്ട് വെക്ക്. സാധനത്തിന് വണ്ടി വെച്ചാക്കല്ലേ. കാശ് പോയി കേട്ടോ. ഇപ്പൊ തീ കൊടുത്തു തണുപ്പെന്നറിയാമോ? കത്തുന്നുണ്ടോ? പോയി ഒരെണ്ണം മേടിക്കാം. ആ അതിങ്ങനെ കുപ്പി കാണിച്ച്. ആ ആ സാധനം ഊരാൻ വേണ്ടി സ്ക്രൂ ഡ്രൈവർ എടുത്തു കൊടുത്തേനെ. സ്ക്രൂ ഡ്രൈവർ അങ്ങനത്തെ ഒരു ഭാഗത്ത് ഒരു അടി എടുത്തു കേട്ടാ. ആയതാല് ഇത് ലാസ്റ്റാണ് കേട്ടോ വണ്ടി ഓഫ് ആക്കല്. ഒരു ഇച്ചിരി എണ്ണയാവത്തിന് പോയാലോ പണി പാടി. ഇവരാണ് ദേഷ്യക്കാരാ കേട്ടോ എന്ന് പറഞ്ഞ. രണ്ടാമത്തേന് ഇത് ലോറിക്കാരൻ, ഫ്രണ്ടിലത്തെ വണ്ടിക്കാരൻ. മെഷീൻ എടുക്കുമ്പോൾ ആയിക്കോട്ടെ. ഇങ്ങനെ ചാർജ് നിൽക്കില്ല തണുപ്പായതുകൊണ്ട്. ഒരു സാധനം എല്ലാവരും സിഗരറ്റ് കത്തിക്കോട്ടെ, വേറെ വഴിയില്ല ഇവിടെ സിഗരറ്റ് ഇല്ലാതെ. കിട്ടിയേ ആ സാധനം വർക്കാവോ? വീട്ടങ്ങ് അടിക്കുക. ഇവന് ആവേശത്തിനടിക്കുന്നു. അവിടുന്ന് ചാർജില്ല. ഒന്നുകൂടി ഇരിക്കുക. Эйр фильтр мощностью ഊരി. Да. Воздушный фильтр у него здесь стоит. Куда ему дует? Туда кидай. Sleeping. ഫുള്ള് അടിച്ചു പിടിക്കാൻ പോട്ടോ. കെമിക്കലായത് എന്താണ് നമുക്ക് ഇന്ത്യൻ ആർമി ഒക്കെ സൈഡിൽ കൊല്ലുന്ന അടിക്കാൻ പോകുന്നത്. എടുക്കുന്നുണ്ട് ഒന്നുകൂടെ അടിക്കാൻ. എടുക്കുന്നുണ്ട് എന്നാൽ എടുത്തൊരു വിഷമമാണ്. കിട്ടിക്കഴിഞ്ഞാൽ ഇല്ലെന്നെ പോയോ? Осцепление нет, не выжимается. ആക്സിലേറ്ററും കൂടെ കൊടുക്കേ. Да. Подожди, покури пока, покури 5 минут. ആക്സിലേറ്ററും കൂടെ എടുക്കുക. ജമ്പർ ഓക്കെ ആണോ? കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു കേട്ടോ. എനിക്ക് കോടായിട്ട് ഏറ്റവും കൂടുതൽ പറ്റിയിട്ടില്ല. ഇനി അടിയൊക്കെ കത്തിച്ച് എടുക്കേണ്ടി വരും. ബാറ്ററിക്ക് ചാർജും ഇല്ല. അവസ്ഥ ആക്സിലേറ്റർ കൂടെ പമ്പ് ചെയ്യേണ്ടി വരും. Parking, no stopping. No stopping. Yeah, I know. No stopping. Yesterday is police is telling off. Спросили, вот нейтральная скорость. ദൈവമേ സ്റ്റാർട്ടായിട്ടോ. ഈ ടങ്കിൽ കുത്തി ചേട്ടന്മാർ താങ്ക് യു. ഗൈസ് എൻ്റെ പൊന്നും കുറിച്ച് കൊടുത്തപ്പോ ഇവര് കസാക്കുകാരാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഒരു റഷ്യക്കാരനും ബാക്കി കസാക്കാർ. വണ്ടി മൊത്തം ചളമായിപ്പോ കേട്ടോ. മേടിച്ചു കൊടുക്കണം.
വർഷോപ്പുകാരല്ലേ? അതും ബോധമില്ല കിടക്കുവാട്ടോ നിങ്ങള്. താങ്ക് യു ഫ്രണ്ട്. മീറ്റ് അഗൈൻ. താങ്ക് യു. Давай. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. നീ ഇവരെ വിളിച്ചോണ്ട് മേടിച്ചു കൊടുക്കണം. അപ്പൊ ഞാൻ വണ്ടിയുടെ ഉള്ളിൽ റെഡിയാക്കാം. നീ പോയിട്ട് വാ. താങ്ക് യു. സാധനം വെച്ചാട്ടോ സംഭവം ശരിയാക്കി തന്നെ. വണ്ടിയുടെ ഉള്ളിൽ ചൂടാക്കി തീ കത്തിച്ചോട്ടോ വണ്ടിക്കകത്ത്. അങ്ങനെയൊക്കെയാണ് സാധനം ശരിയാക്കി. വണ്ടി മൊത്തം കുളമാട്ടോ. ഒന്നേന്നിനി പണിയെടുക്കണം. എന്നാലും വണ്ടി ശരിയാത്തോ. കൈയൊക്കെ മരയ്ക്കും കേട്ടോ. പുക വരുന്ന നോക്കി. ടങ്ക് അതാണ് ഈ സാധനം കേട്ടോ. ടങ്ക്. ഗൈസ് നോക്കൂ, ഇവിടെ എന്താണ് സംഭവിച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ? ആദ്യം കാര്യങ്ങളിലേക്ക് വരാം. അതായത് ഇന്നലെ രാത്രി കനത്ത സ്നോഫോൾ ആയിരുന്നു. ഇന്നലത്തെ വീഡിയോ ഉണ്ട്, എല്ലാവർക്കും അറിയാം. അങ്ങനെ അപ്രകാരം ഞാൻ ലിബിനോട് ചോദിച്ചു വണ്ടി ഓഫ് ആയിക്കോട്ടെ എന്ന്. ലിബിൻ പറഞ്ഞു വണ്ടി ഓഫ് ആയിക്കോളാൻ പറഞ്ഞു. എണ്ണ ലാഭിച്ചാണ്. രാവിലെ വണ്ടി നന്നായിട്ട് ലാഭിച്ചു. രാവിലെ വണ്ടി സ്റ്റാർട്ട് ആകുന്നില്ലായിരുന്നു. അതിന്റെ തന്ത്രപ്പാടുകളാണ് കണ്ടത്. റഷ്യൻസ് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് തന്നു. നമ്മളങ്ങനെ നേരെ മോസ്കോയിലേക്ക് പോകണം. എന്നെ ചെയ്തെന്നറിയാവോ? പോയിട്ട് അവിടുത്തെ ഗ്യാസ് മേടിച്ചിട്ട് വന്നു. ഗ്യാസ് ഡയറക്റ്റ് വണ്ടിയിലോട്ട് അങ്ങ് അടിച്ചു, തീ കത്തിച്ചു. അങ്ങനെയാണ് വണ്ടി എടുത്തത്. യെസ് ഗൈസ്, അങ്ങനെയാണ് വണ്ടി എടുത്തത്. അപ്പം 2-3 പ്രശ്നങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ പ്രശ്നം പറയും. ഇവിടെ ഉണ്ടല്ലോ, നമ്മൾ റഷ്യൻ ലാംഗ്വേജിൽ നമ്മുടെ പേപ്പറുകൾ, പാസ്പോർട്ട് സംഭവങ്ങളെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇവർക്ക് കാണിച്ചു കൊടുക്കണമെന്നൊരു ഇത് സംഭവമുണ്ട്. അത് ഞങ്ങൾ ചെയ്തിട്ടില്ല. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിം കാർഡ് ഇവിടെ നമുക്ക് കിട്ടൂല. റഷ്യനായ ലോക്കലായ ആൾക്കാർക്ക് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അത് മോസ്കോയിൽ ചെന്നിട്ട് വേണം നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി. ഇവിടുന്ന് അത് കിട്ടൂല എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായി. ഗൂഗിൾ മാപ്പ് ഇടാൻ പോലെയുള്ള നെറ്റ് ഇല്ല ഇവിടെ. ഗൂഗിൾ മാപ്പ് ഇല്ല ഇവിടെ. യാൻഡെക്സേ ഉള്ളൂ ഇവിടെ. സെർച്ച് എഞ്ചിൻ യാൻഡെക്സ് ഉള്ളൂ. എല്ലാം യാൻഡെക്സ്. യൂട്യൂബ് ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, ഇൻസ്റ്റാഗ്രാം ഇല്ല, ഗൂഗിളിന്റെ ഒരു സാധനം വർക്ക് ആവില്ല. വേണമെങ്കിൽ VPN ഇടണം. VPN ഇട്ട് കഴിഞ്ഞാൽ അത് ശരിയല്ല. പല സ്ഥലത്തും അമേരിക്ക എന്ന് പറയാതിരിക്കുക എന്നുള്ളതാണ് പലരും നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അമേരിക്ക മിണ്ടാതിരിക്കുക ഏറ്റവും നല്ലതാണ്. അതാണ് സംഭവം. ഇനി അടുത്ത സംഭവം എന്ന് വെച്ചാൽ, ഹായ് മൈ ഫ്രണ്ട്. ഹായ് ഗൈസ്, പുള്ളിക്കാരനാണ് നമ്മളെ രക്ഷിച്ച. ഏതോ 10-30 ട്രക്കുകളുടെ ഓണറാണ്. പുള്ളിയുടെ ടങ്കിലാണ് നമ്മൾ വണ്ടി അടിച്ച് സ്റ്റാർട്ടാക്കിയത്. ഇവരുള്ളതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു പോയി. ഇന്നലെ നമ്മൾ കിടന്നുറങ്ങിയ സ്ഥലം ഇതാണ്. ഇത് കണ്ടോ, ഈ കാണുന്ന സ്ഥലത്താണ് കിടന്നുറങ്ങിയത്. ഇവിടെ നമ്മുടെ വണ്ടി ഉണ്ട് സ്റ്റാർട്ടാക്കിയിട്ട്. ദാ നമുക്ക് സിമ്മില്ലല്ലോ. അപ്പോൾ ഇവൻ്റെ അടുത്ത് സിമ്മ് ഹോട്ട്സ്പോട്ട് വൈഫൈ. Ну давай сейчас. യാൻഡെക്സ് ലൊക്കേഷൻ ഇൻ മോസ്കോ. ഗൈസ്, അതായത് നമുക്ക് മോസ്കോയിലേക്കുള്ള ലൊക്കേഷൻ വേണമെങ്കിൽ നെറ്റ് വേണം. നെറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം റെഡിയാക്കണം. ഇത് കണ്ടോ, ഈ കാണുന്ന ഒരു ഹോട്ടലാണ്. അപ്പോൾ ഈ ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു രാവിലെ. റഷ്യൻ ഫുഡ്. വലിയ ചിലവില്ല കേട്ടോ. വലിയ ചിലവില്ല ഇവിടെ. വലിയ പൈസ ഇല്ല. ഗൈസ് നോക്കൂ, ഇവിടെ അങ്ങപ്പുറം ഒരു കുഴി ബാത്റൂം ഉണ്ട്. അവിടെ നിന്നാണ് ഞങ്ങൾ ബാത്റൂമിൽ പോയത്. അപ്പം ആ കാര്യങ്ങളൊക്കെ നടന്നു. ഇനി ഇച്ചിരി വൈഫൈ മേടിച്ചിട്ട് ബാക്കി പരിപാടി ചെയ്യണം. ഇതുകൊണ്ട് മഞ്ഞ് കിടക്കുന്ന കിടപ്പ് കണ്ടോ. ഇതിലാട്ടോ നമ്മൾ വന്ന്. റഷ്യ ഒരു വേറെ ഫീലിംഗ് കേട്ടോ. റഫ് ആൻഡ് സെറ്റപ്പ്. യാൻഡെക്സിൽ സെറ്റപ്പ് ചെയ്യട്ടെ. മോസ്കോ. Old. You Judge Kapoor. Old. Взрослый. Now is Shah Rukh Khan, Salman Khan. Raj Kapoor is old man. Old man. Yes. Naya tu. Умер. Это раньше это было, в советское время. Is Shah Rukh Khan, Salman Khan. Hrithik Roshan? Hrithik Roshan? No. Actor. Don't understand, bro. Sorry. ആയോ? ആയില്ല. ഇതാണ് പുള്ളിയുടെ ലൊക്കേഷൻ. ഇത് വെച്ചാൽ പോരെ? അത് വെച്ചാൽ മതി. ആയോ? വേസ് ഓഫ് യാൻഡസ് മാപ്പിൻ്റെ അത് വെച്ചാൽ കിട്ടുമോ? എനിക്ക് വന്നില്ല. ഇല്ല. പുള്ളിക്കാരനോട് ഇട്ട് തരാൻ പറ. ലെറ്റ്സ് ഗോ. ഓക്കെ, ബൈ മീറ്റ് അഗൈൻ. ഗൈസ്, പുള്ളിക്കാരൻ്റെ Good luck for your travel. താങ്ക് യു. ഗൈസ്, പുള്ളിയുടെ വൈഫൈയിൽ ഗൂഗിൾ മാപ്പ് ഇട്ടു, യാൻഡെക്സ് ഇട്ടു, പറ്റുന്നൊക്കെ ഇട്ടു. അപ്പോൾ അത് റെഡിയായി. അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു തന്നില്ലോ, അത് പറഞ്ഞു തരാം കേട്ടോ. അതായത്
നമുക്കിവിടെ സിം കിട്ടത്തില്ല. അതൊരു വലിയ വിഷയം തന്നെയാണ്. പറഞ്ഞാൽ ഇന്റർനെറ്റിന്റെ വിഷയം. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയം ഒരു വല മേടിച്ചിട്ട് പറഞ്ഞായിരുന്നു വീട്ടിൽ നിന്ന്. അതെ. പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ പമ്പുകളൊക്കെ ഇത് ഗ്രാമപ്രദേശം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനത്തെ പമ്പുകൾ ഇനി അങ്ങോട്ട് വരുന്നത് വലിയ പമ്പുകൾ കിട്ടാൻ സാധ്യത. അപ്പാപ്പൻ നല്ല അപ്പാപ്പനാ, എല്ലാം ഭയങ്കര സഹകരണം. രാവിലെ 2 ഗ്ലൗസ് എടുത്ത് വന്നു, എല്ലാം എടുത്ത് വന്നു. പൈസ വേണ്ട പൊക്കോളാൻ പറഞ്ഞു, പൈസ തന്നേക്കാന്ന് പറഞ്ഞു. യെസ് ഗൈസ്, അപ്പം നമ്മൾ നേരെ പോവാണ്. ഇന്നലെ നമ്മളങ്ങനെ കസാക്കിസ്ഥാനിൽ നിന്നാണ് നമ്മളങ്ങനെ റഷ്യയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ റഷ്യയിൽ നമ്മളെത്തി. നോ പ്രോബ്ലം. You put this video on YouTube. Да. Вот this. Да. Oh, tag me. Да. Today, tomorrow. Tomorrow? Да. Ibuljet. YouTube or Yeah. In YouTube. Да. Yes. Да. Давай. Oh. Да. On Instagram? No? Instagram no. It's small video. Small? It's big video. Small video put in Instagram. Да. Yeah. Okay. In Instagram, tag me. Yeah. I am subscribed for you. Yeah. Yeah? Please message. Thank you. I'm be famous. Good luck, my friend. Yeah. Good luck. Thank you for your helping. Oh. You not helping, I am stuck in this place. No problem. Yeah. No problem. We are Russian. ഗൈസ് നോക്കൂ, അപ്പം കാര്യങ്ങളിലേക്ക് വരാം. അപ്പോൾ ഇന്നലെ നമ്മൾ കസാക്കിസ്ഥാനിൽ നിന്നാണ് റഷ്യയിലേക്ക് എത്തിയത്. അപ്പോൾ ഈ റഷ്യയിൽ വരുന്നതിന് മുമ്പായിട്ട് കുറേ തലവേദനകളും പിന്നെ കുറേ ടെൻഷനുകളും ഉണ്ടായിരുന്നു. കാരണം നമ്മൾ 3 പ്രാവശ്യം കയറാൻ വേണ്ടി ശ്രമിച്ചു. യാ വലൈക്കും അസ്സലാം. യാ കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ. ഇവർ ഈ റഷ്യ, ഉസ്ബെക്കിസ്ഥാൻ, തജാക്ക് ഇതൊക്കെ ട്രക്കുകൾ ഇതിൽ ഓടി ഇങ്ങനെ നടക്കുന്നത്. ഇന്ത്യ. മോസ്കോ. അപ്പോൾ ഇതിന് കാര്യങ്ങളിലേക്ക് വരാം വീണ്ടും. അപ്പം എനിക്കിത് സംസാരിക്കാൻ കഴിയുന്നില്ല, അപ്പോഴത്തേക്ക് ആരെയൊക്കെ ആയിട്ട് വരും. ഗൈസ് ഇവിടെ ഉള്ളൊരു ഭയങ്കര സ്നേഹമാണ്. മോസ്കോ. കസാക്കിസ്ഥാൻ. Almaty. Откуда? Индия. India. ഇന്ത്യൻ മിഷ. Da. ഫോട്ടോ എടുക്കട്ടെ കേട്ടോ. തല എൻ്റെ വെച്ചേക്കാം. ഗൈസ്, അപ്പോൾ ഇനി കാര്യങ്ങളിലേക്ക് വരാം. അതായത് കസാക്കിസ്ഥാനിൽ നിന്നാണ് നമ്മൾ റഷ്യയിലേക്ക് കയറിയത്. 3 പ്രാവശ്യം കയറാൻ വേണ്ടി ശ്രമിച്ചിട്ടും അത് നടന്നില്ല. കുറേ തടസ്സങ്ങളായിരുന്നു. പിന്നെ യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അഫ്ഗാൻ, ഇറാൻ വഴിയായിരുന്നു ഒന്ന്. പിന്നെ തജിക്കിസ്ഥാൻ വഴി, ഇറാൻ വഴി, തുർക്കി വഴിയായിരുന്നു ഒന്ന് പ്ലാൻ ചെയ്തത്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചൈന പോലെ 3 പേരില്ലേ, അതിനകത്ത് 2 പേരുടെ വിസ, 2 പേരുടെ പാസ്പോർട്ട് 2 വർഷവും ഒരാളുടെ 10 വർഷം. അപ്പം ഞങ്ങളുടെ കാണുമ്പോൾ ഞങ്ങളുടെ റിജക്റ്റ് അടിക്കും, സെമിന് മാത്രം കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതായത് നമ്മളങ്ങനെ കസാക്കിസ്ഥാനിൽ നിന്നാണ് റഷ്യ കയറിയത്. ഞങ്ങൾ ഇന്നേ വരെ കസാക്കിസ്ഥാനിൽ ഒരു രീതിയിലും മോശം അനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ പ്രാവശ്യം കസാക്കിസ്ഥാനിൽ നിന്ന് നമ്മൾ റഷ്യ കയറുന്നത് ടൈറ്റ് ചെക്കിംഗ് ആയിരുന്നു. പട്ടീനൊക്കെ വണ്ടിയുടെ ഉള്ളിൽ കയറ്റി ഫുൾ എല്ലാ സാധനത്തിലും കയറ്റി ഫുൾ ഇറക്കി. എന്നിട്ട് നമ്മളോട് പറഞ്ഞു ഇതൊക്കെ ഉണ്ടാവും, നിങ്ങൾ ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞു. ലാസ്റ്റ് കസ്റ്റംസിൻ്റെ അടുത്ത് വരുന്നത് വളരെ മോശമായ പെരുമാറ്റമായിരുന്നു. അവിടെ നിന്നാണ് അമ്മയ്ക്ക് വിളിച്ചു. പിന്നെ അമ്മയ്ക്ക് വിളിച്ചപ്പം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പൂര അലമ്പായി. അവിടുത്തെ കസാക്കിസ്ഥാനിലെ പിന്നെ ആർമിക്കാരോടും പിന്നെ അതുപോലെ ഇമിഗ്രേഷനും ബോർഡർ കൺട്രോളിനോടും പിന്നെ അതുപോലെ തന്നെ പാസ്പോർട്ട് കൺട്രോളും ശരിക്കും പറഞ്ഞിട്ടാണ് വന്നത്. ലാസ്റ്റ് പിന്നെ അവർക്ക് നമ്മളൊരു തലവേദനയായി മാറിയപ്പോൾ ഞങ്ങളെ അവിടെ കടത്തി വിട്ടു. ഈ മൈക്ക് കണ്ടു പറഞ്ഞു ഈ സാധനം എല്ലാം വണ്ടി റെക്കോർഡാണ്, നിങ്ങളുടെ ഓഫീസർമാരെ ഇതെല്ലാം ഞങ്ങൾ കേൾപ്പിക്കാൻ കംപ്ലൈന്റ് കൊടുക്കുന്നു. പിന്നെ അവർ പറഞ്ഞു നിങ്ങൾ പൊക്കോളാം. ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ പ്രത്യേകത ഉണ്ടോ? അതായത് പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് ഏതെങ്കിലും ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ നമ്മളോട് അപമര്യാദയായിട്ട് പെരുമാറി കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ജോലി വിടും, അപ്പം തന്നെ പിരിച്ചുവിടും. അവരുടെ മെയിൻ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിട്ട് പിരിച്ചുവിടും. അങ്ങനെ പരിപാടി. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങൾ നേരെ അവിടുന്ന് പോകുന്നു. വളരെ മോശം പെരുമാറി. റഷ്യ വന്നു. -25 ബോർഡർ. അവിടെ 1 മണിക്കൂറോളം നിൽക്കേണ്ടി വന്നു. ലാസ്റ്റ് ഞങ്ങളുടെ കൈപ്രിൻ്റ് അതിൽ വർക്കാവില്ലായിരുന്നു. അവിടെ ചെക്കിങ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. വിസ അടിച്ചു, സ്റ്റിക്കർ വിസ ഉണ്ട്. അത് റഷ്യയുടെ നമ്മുടെ കൈഡ് കേട്ടോ. ഇവിടെയുള്ള ലോക്കൽ ആൾക്കാരൊക്കെ എന്ന് വെച്ചാൽ വർക്കാണ് നമ്മുടെ കൈയല്ലേ. അതായത് നമ്മുടെ നല്ല തഴമ്പ് പിടിച്ച കൈയും ഇവിടെയുള്ള സോഫ്റ്റ് കൈയും ഇവരുള്ളവർ പെട്ടെന്ന് നമ്മുടെ ആകുന്നില്ലായിരുന്നു. ലാസ്റ്റ് അവിടെ എന്തുണ്ട്, അവിടെ നിന്ന് റഷ്യക്കാർ നമ്മുടെ കൈ പിടിച്ച് ടിഷ്യൂ പേപ്പറൊക്കെ തന്ന് അവരെ തന്നെ ആക്കി പിടിപ്പിച്ചു. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞങ്ങൾക്ക് വിസ എടുക്കാൻ വേണ്ടി വലിയ നഷ്ടമുണ്ടായി. കാരണം
പല വിസകൾക്കും നമ്മൾ ആദ്യം പൈസ കൊടുത്തു അല്ലേ ലിബിനെ? എന്നിട്ട് വിസയ്ക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ പൈസ കൊടുക്കും, റിജക്റ്റ് ആയി കഴിഞ്ഞാൽ പൈസ പോകും. അതെ, അങ്ങനെ ഞങ്ങളുടെ കുറേ പൈസയും പോയി കഴിഞ്ഞ പ്രാവശ്യം. പിന്നെ അതേപോലെ തന്നെ ലിബി പറഞ്ഞ പോലെ ഞങ്ങൾ 3 പേരാണുള്ള യാത്ര. അപ്പോൾ സെബിൻ്റെ 10 വർഷത്തെ പാസ്പോർട്ട്, ഞങ്ങളുടെ 2 വർഷം, ഞങ്ങൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുള്ളതുകൊണ്ട് 2 വർഷത്തെ പാസ്പോർട്ട് കിട്ടുകയുള്ളൂ. അപ്പം അതുകൊണ്ട് അതൊരു വലിയ തലവേദനയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്നും ഒരു കേസ് വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം അതിൻ്റെയൊക്കെ തലവേദന ഞങ്ങൾ ഇപ്പോഴാണ് അനുഭവിക്കുന്നത്. ഒരു രാജ്യത്തെ വിസ പോലും കിട്ടുമല്ലോ. അപ്പം അങ്ങനെ ഇപ്പം ഇത്ര ഹിസ്റ്ററി ഉള്ളതുകൊണ്ടൊക്കെയാണ് ഇപ്പം കയറി പോകുന്നത്. അയ്യോ പറഞ്ഞ കാര്യം, റഷ്യ ഒന്നും നോക്കുന്നില്ല കേട്ടോ, അടിക്കുക പോവുക. അപ്പം അങ്ങനെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര പാടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഫൈനലി എല്ലാം റെഡി ആയിട്ടുണ്ട്. നേരെ നമ്മൾ റഷ്യയിലേക്ക് കയറാണ്, നേരെ മോസ്കോയാണ്. വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ല, ഇവിടെ ഇൻഷുറൻസ് ഇല്ല, വണ്ടി ഓടിക്കാൻ ഭയങ്കര കേസാണ്. പിന്നെ അതുപോലെ തന്നെ ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. പോവാടാ ഇവനെ, ഇനി ഒന്നും നോക്കാനില്ല കേട്ടോ. വണ്ടി അവർ ഇതിൻ്റെ ഉള്ളിലെ നമ്മുടെ ഇതുണ്ടല്ലോ മറ്റേ എന്നാ പറയാ, എയർ സബ്സ്ട്രേഷൻ ഫാന്, അതിൻ്റെ അകത്ത് ഗ്യാസ് കൊണ്ട് തീ കത്തിച്ച വണ്ടി. അതായത് ഗ്യാസ് എടുത്തിട്ട് ഒന്നും ഗ്യാസ് കത്തുന്നില്ല, ഗ്യാസ് ഫ്രീസ് ആയിപ്പോയി. അവസാനം വണ്ടിയുടെ മറ്റേ ഇത് പോക്കോഴില്ലേ അവിടെ കൊണ്ടുപോയിട്ട് ചൂടാക്കിയിട്ട് ഒന്നും അടിച്ച്. ഹലോ റഷ്യ ഗൈസ്, ഫൈനലി നമ്മളങ്ങനെ വണ്ടി എടുക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ നേരെ റഷ്യൻ റോഡിലേക്ക്. ഇവിടെ 90 സ്പീഡ് ലിമിറ്റ്. അത് മാത്രമല്ല ആൻഡെക്സ് ഇടുന്ന ബുദ്ധി കേട്ടോ ലിബി, അത് മാത്രമല്ല അത് കാണിക്കുന്നില്ല. അല്ല അത് മാത്രമല്ല, നമ്മുടെ ടയർ മൊത്തം മഞ്ഞ കൂടെ കളിച്ചിട്ട്. അല്ലടാ, നമ്മൾ 3 മാപ്പ് ഇട്ടുണ്ട്. യാൻഡെക്സ് ഇടുന്ന ബുദ്ധി. യാൻഡെക്സ് ആകുമ്പം അയ്യോ, യാൻഡെക്സ് ആകുമ്പോൾ എത്ര കിലോമീറ്റർ സ്പീഡിലാണ് പോകേണ്ടത്, എന്താ പോകേണ്ടത്, എങ്ങനെയാന്നുള്ള പറഞ്ഞു തരും. ഇവിടെ 20 ഉള്ളൂ. അതാ ഗൈസ് കയറി പോക്കോളെ. അവിടെ വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പോൾ ഫൈനലി നമ്മൾ ലൊക്കേഷൻ ഇട്ടു ഗൈസ്. ഇവിടെ വളരെ ശ്രദ്ധിക്കണം, ഇവർ പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര തലവേദനയാണ്. അങ്ങനെ നമ്മുടെ അടുത്ത രാജ്യമായ റഷ്യയിൽ നമ്മളിതാ വണ്ടി ഓടിക്കുന്നു. നമ്മുടെ T10 ഇപ്പോൾ ഞങ്ങൾ റഷ്യയിൽ എത്തിയിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്ക് കുറേ കംപ്ലൈൻറ്റ് ഉണ്ട്. വണ്ടി സർവീസ് ചെയ്യണം, വണ്ടിയുടെ എഞ്ചിൻ ഓയിൽ മാറ്റണം. അപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ റഷ്യ മോസ്കോ ചെന്നാണ് ചെയ്യുന്നത്. അത് ചെയ്തിട്ടാണ് പോകാനെന്ന് ചോദിച്ചാൽ ഇനി അങ്ങോട്ട് പോകുന്നതിന് ചെയ്ത് കിട്ടാൻ പാടുമായിരിക്കും, എക്സ്പെൻസ് കൂടിക്കൊണ്ടിരിക്കും. റഷ്യയാണ് ഇതിൻ്റെ അകത്ത് ഇന്ത്യ പോലെ തന്നെ ചീപ്പായിട്ടുള്ള രാജ്യം. ഇപ്പോൾ ഓൾറെഡി മൂല്യം കുറവായതുകൊണ്ട് വലിയ താങ്ങുകേടും ഉണ്ടാവില്ല അല്ലടാ. പിന്നെ വേറെ കാര്യമുണ്ട്, പിന്നെ റോഡൊക്കെ കസാക്ക് പോലെ തന്നെ കേട്ടോ. അങ്ങനെ വലിയ ഒരു സെറ്റപ്പും സംഭവം ഒന്നും പറയാനൊന്നുമില്ല. ഇങ്ങനെ പോകാൻ നേരത്ത് പിന്നെ ഇതുണ്ടോ, ഇതേപോലെയുള്ള എമർജൻസി മെഡിക്കൽ സംവിധാനം, ഹോസ്പിറ്റലൊക്കെ പോകുന്ന വഴിക്കാണ്. പിന്നെ അതേപോലെ തന്നെ ഫുള്ള് മഞ്ഞാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് സുഹൃത്തുക്കളെ. ഐസ് കസാക്കിസ്ഥാനിൽ നിന്ന് എണ്ണ അടിച്ച് വന്നുകൊണ്ട് രക്ഷപ്പെട്ടു. ഇവിടെ പിന്നെ വിസ കാർഡ്, മാസ്റ്റർ കാർഡ്, ഇങ്ങനെ കാർഡൊന്നുമില്ല. ആകെ ചൈനയുടെ ഇന്ത്യൻ റുപ്പിയുടെ കാർഡ് എടുക്കുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ചൈനീസിന്റെ അങ്ങനത്തെ സാധനം എടുക്കൂടാ. പക്ഷേ യൂറോപ്പിന്റെ ഒന്നും എടുക്കൂല, യൂറോപ്പിന്റെ എടുക്കൂല, മാസ്റ്റർ എടുക്കൂല. പിന്നെ വേറെ ഒരു കാർഡും കൂടി ഉണ്ടല്ലോ യൂറോപ്പിന്റെ. ഏതൊക്കെ? യൂറോപ്പിന്റെ അല്ല, യുഎസിന്റെ. ഗൈസ്, അതായത് നമ്മൾ കസാക്കിൽ നിന്ന് കയറി വന്നപ്പം എണ്ണ അടിച്ചത് നന്നായി. നിങ്ങൾ ഏത് ബോർഡറിൽ കയറാൻ നേരത്തും ഏത് രാജ്യത്തുനിന്ന് ഏത് രാജ്യത്താണോ കയറുന്നത്, ആ കയറുന്ന രാജ്യത്തിന് മുമ്പിലുള്ള രാജ്യത്തുനിന്ന് നിങ്ങൾ എണ്ണ അടിക്കണം. ഞങ്ങൾ പെട്ടുപോയത്. അതായത് ഈ രാജ്യങ്ങളുടെ ബോർഡിൽ ഒരിക്കലും ചില രാജ്യങ്ങളുടെ ബോർഡിൽ പമ്പ് കാണും. 200 കിലോമീറ്റർ 300 കിലോമീറ്റർ കഴിഞ്ഞിട്ട് പിന്നെ പമ്പ് കാണും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും പ്രശ്നമൊന്നും. ഇവിടെ 80 കിലോമീറ്റർ കഴിഞ്ഞ് റഷ്യയുടെ ഭാഗത്ത് പമ്പ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് നേരത്തെ അടിച്ച് നന്നായി. പിന്നെ ഹീറ്ററിനുള്ള സാധനമൊക്കെ എടുത്ത് വെച്ചൊക്കെ നന്നായി. ഇനിയിപ്പം ഒരു ടൗൺ വരുന്നുണ്ട്. ആ ടൗണിൽ നിന്ന് വണ്ടിക്ക് ഇൻഷുറൻസ് എടുക്കണം. ഇവിടെ ഇൻഷുറൻസ് മസ്റ്റാണ്. ഇത്രയും ദിവസം നമ്മൾ ഇൻഷുറൻസ് ഇല്ലാതെയാണ് കസാക്കിസ്ഥാനിൽ കൂടെ ഓടിയത്. അപ്പോൾ ഇൻഷുറൻസ് എടുത്തിട്ട് ഓടാം അല്ലേ പിന്നെ അതാ ഏറ്റവും നല്ലത്. അതായത് ഈ മഞ്ഞത്ത് ഇൻഷുറൻസ് ഇല്ലാതെ ഓടുന്ന വെറും മണ്ടത്തരമായ തീരുമാനമാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ജംഗ്ഷന് പോലത്തെ സംവിധാനം വരും കേട്ടോ. കുറേ കിലോമീറ്റർ കഴിഞ്ഞാണ് വരും. ഇവിടെ എല്ലാം സോളാർ പവേഡിലാണ് പരിപാടി. എല്ലായിടത്തും ക്യാമറ കേട്ടോ. ചൈന പോലെ തന്നെ ഒരു ക്യാമറ നടക്കൂല കേട്ടോ. ക്യാമറ ഇല്ലാതെ നമുക്ക് എങ്ങോട്ട് പോകാൻ പറ്റില്ല കേട്ടോ. നമ്മൾ ഡിറ്റക്ട് ക്യാമറ ഇല്ലാതെയല്ല, ക്യാമറ ഇല്ലാത്ത സ്ഥലങ്ങളില്ല. നമ്മളെ ഡിറ്റക്ട് ചെയ്തുകൊണ്ടിരിക്കും ഓരോ സമയം. അതായത് നമ്മൾ പോകുന്ന വഴിക്ക് കറക്റ്റ് അത് കാണട്ടെ. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകാൻ തോന്നുന്നു. ഇതല്ലേ അവിടെ കണ്ടാ നമ്മള് ഇവിടെ ചില ആൾക്കാർ ഭയങ്കര റഫ് മൈൻഡും, ചില ആൾക്കാർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൈൻഡും കേട്ടോ. വെറുതെ നമ്മളെ തെറിയൊക്കെ വിളിച്ചിട്ട് വെറുതെ ചിരിക്കും. ഗായ്സ് നോക്കി, ഇവിടെ മൊത്തം മഞ്ഞ് മാറ്റിക്കൊണ്ട് വരുവന്. ആ സൈഡിലെ റോഡിലെ മഞ്ഞേ ഉണ്ട് അത്യാവശ്യം. അപ്പൊ അത് മാറ്റുന്നതാടാ. കണ്ടമാനം വണ്ടിയുണ്ട്. കാരണം ഇന്നലെ അത്ര സ്നോഫോൾ അല്ലായിരുന്നു. റോഡ് മാത്രമല്ല, റോഡിന്റെ സൈഡും ക്ലീൻ ആക്കുന്നുണ്ട്. അന്നപ്പോ വന്നിട്ട് ഗായ്സ് അവസാനം ഞങ്ങൾ ടൗണിൽ എത്തിയട്ടാ. മെഷീൻഹ ഇൻഷൂർഹ എന്തോ ഒരു വാക്ക് പറയായിരുന്നല്ലോ, എന്നോട് അവിടെ നിന്ന് പറഞ്ഞു തന്നാ. ഇൻഷൂർ അവിടെ കിട്ടുമായിരിക്കും കേട്ടാ. റഷ്യൻ ട്രക്കുകൾ നോക്കി എന്നെ സെറ്റപ്പ് സാധനങ്ങളാണ്. അത് നോക്കിയാനെ ആ വണ്ടി ഇതാണോ? ഇവിടെ കയറി നോക്കാം, ഇവിടെ നോക്കാം. ഇവിടെ എല്ലാം വണ്ടിയുടെ ഒക്കെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതാ ഒരു വണ്ടി WC അത് വണ്ടി കഴുകുന്ന. ഇങ്ങോട്ട് കയറ്റി വെക്കാം, എവിടെയും ചോദിക്കാം. ടൗണിൽ നടക്കുമല്ലോ. പിന്നെ സിമ്മും ഇതും ടൗണിൽ നിന്ന് കിട്ടും. ഇതൊരു ടൗണാ? ഇല്ല, 64 28 കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു ടൗൺ അല്ലപ്പാ. അല്ല
ചോദിച്ചാലോ അവനെ ഒന്നും ജസ്റ്റ് കയറി. അതെ സിം കാർഡിന്റെ ഫോട്ടോ എല്ലാം ഉണ്ട് ഇതല്ലേ ചോദിച്ചേ. ലിബിൻ സിം ചോദിക്കാൻ അങ്ങോട്ട് പോയിട്ടുണ്ട്, ഞാനും പുറകെ പോട്ടെ. എനിക്ക് ട്രാൻസ്പോർട്ട് ഓഫീസാണോ എന്ന് സംശയമുണ്ട് കേട്ടോ. ഞങ്ങളുടെ എല്ലാ പരിപാടിയും ഇത് ഈ കാണുന്ന കഫേയിൽ ഒരു ചേട്ടനും ചേച്ചിയും കൂടെ നടത്തി തന്നു. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് കുറേ ഇന്ത്യൻ സാധനങ്ങളുണ്ടല്ലോ, അപ്പോൾ ലിബി അത് കൂടെ ഒരെണ്ണം അവർക്ക് കൊടുക്കാൻ വേണ്ടി പോവാണ്. അതിൻ്റെ അകത്ത് ഭയങ്കര പാട്ടാട്ടോ, അതാ വിഷയം. അദ്ദേഹമാണ് നമുക്ക് ശരിയാക്കി തന്നത്. സെയ് ഹലോ, ഹായ് ഹായ്. ഗൈസ്, ഇദ്ദേഹത്തിൻ്റെ വൈഫും ഉണ്ടായിരുന്നു. രണ്ടുപേരും കൂടിയാണ് നമ്മുടെ സംഭവങ്ങളും സാധനങ്ങളൊക്കെ ശരിയാക്കി തന്നെ. അപ്പോൾ സാധനം കിട്ടി. ഇനിയിപ്പം പുള്ളി ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു കേട്ടോ. ഇച്ചിരി നേരം അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ഇനി വീഡിയോ ഒക്കെ എത്തിക്കാം. നീ ഇവിടെ നിൽക്കണ്ട. അതെ പുള്ളി നമ്മുടെ വണ്ടിയുടെ ഫോട്ടോ എടുക്കുക കേട്ടോ. പാവം മനുഷ്യൻ ഒരു വിധത്തിൽ ഒപ്പിച്ച് തന്ന കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോയേനെ. അല്ലടാ ലിബി? പിന്നെ അല്ലാതെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഭാഗ്യം. യെസ് ഗൈസ്, പുള്ളിക്കാരൻ നമ്മുടെ വണ്ടി നോക്കുക ഗൈസ്. നോക്കൂ, ഫൈനലി ഇതാണ് നമ്മുടെ ഇൻഷുറൻസ്, റഷ്യൻ ഇൻഷുറൻസ്. എത്ര കൊടുത്തടാ? അതിൻ്റെ നാട്ടിലത്തെ 2600 രൂപ. നാട്ടിലെ 2600 രൂപ. എത്ര മാസത്തേക്കാ? 30 ദിവസത്തേക്കുള്ള ഇതാണ്. ഇതില്ലാതെ ഇതിലെ വണ്ടി ഓടാൻ പറ്റൂല. പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രൗസർ കയറിപ്പോട്ടോ, അതാണ് ഒരു യാഥാർത്ഥ്യം. ഇനി ആരും പറയില്ല സിഗരറ്റ് വലിക്കുന്ന വീഡിയോ എടുക്കാൻ. എല്ലാവരും ഇനി സിഗരറ്റ് വലിക്കും. അപ്പം ക്യാമറ നമ്മൾ സിഗരറ്റ് വലിക്കാത്തടത്ത് നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കലുണ്ടാവില്ല. അതെ. യെസ്, ഫൈനലി സാധനം കിട്ടി. നമുക്ക് കുറച്ച് വണ്ടി ഫ്രണ്ടിലേക്ക് മാറ്റിയിട്ടിട്ട്. സോമിനി ഫ്രണ്ട് ഉണ്ട് കേട്ടോ ഇവിടെ, രാവിലെ പരിചയപ്പെട്ട. നമ്മൾ വിചാരിച്ചല്ലോ കേട്ടോ, ആൾക്കാരൊക്കെ ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ആൾക്കാരാണ്. ഭാഷയാണ് വിഷയം. ആദ്യം ഇവർ ദേഷ്യപ്പെടും, അത് നമ്മൾ ഇങ്ങനെ പാതാനെ പോലെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവരെന്നെ എല്ലാം ചെയ്തു വിടും. അല്ല, വേറെ കേസുണ്ട്. പിന്നെ ഭാഷ അറിയാമെങ്കിൽ ഇവിടെ ഓക്കെയാണ്, ഭാഷ അറിയില്ലെങ്കിലുള്ള വിഷയം മാത്രമേ ഉള്ളൂ. ഫൈനലി നമ്മുടെ എന്തായാലും ഇൻഷുറൻസ് കിട്ടി, സിം കാർഡ് കിട്ടി. കിട്ടാൻ പാടാണ്, പക്ഷെ അത് ഒരു വിധത്തിൽ കിട്ടി. എന്തായാലും ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക്. അതെന്താ സംഭവം, ഇവിടുത്തെ ലോറി ചേട്ടൻ അയാളുടെ പേരിൽ എടുത്തു തന്നു. അങ്ങനെയല്ലേ? അങ്ങനെ എടുത്തു തന്നെ നമുക്ക് കിട്ടൂല. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു എന്റെ ഇത് കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ കിട്ടിയതാ. അതാണ് എന്ത് ചെയ്താലും പുള്ളിക്കാരൻ നമ്മുടെ ഇതിൽ കിട്ടൂല. എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ കിട്ടുമെന്ന് എനിക്കറിയില്ല, ബോർഡർ സൈഡിൽ കിട്ടൂല. അപ്പം അങ്ങനെ സാധനം കിട്ടി. ഫൈനലി 30 GB അതിൻ്റെ അകത്തുണ്ട്. നിങ്ങൾ ലിബി നെറ്റ് സ്പീഡില്ലല്ലേ? നമുക്ക് ഇവിടെ തന്നെ ഇടാം. ഇവിടെ യൂട്യൂബ് വർക്ക് ചെയ്യില്ല, എല്ലാം VPN വേണം കേട്ടോ ചെയ്യാൻ. അതായത് യൂട്യൂബ് വർക്ക് ചെയ്യില്ല, ഇൻസ്റ്റാഗ്രാം വർക്ക് ചെയ്യില്ല, ഒരു സാധനം വർക്ക് ചെയ്യില്ല. യാൻഡക്സ് ഒള്ളി. യാൻഡക്സ് അല്ലേ? യെസ് ഗൈസ്, ബൈ ഗൈസ്. കയറിയാക്കട്ടോ, വണ്ടി ഒന്നും കൂടെ ഒന്ന് വൃത്തിയാക്കണം. വണ്ടി മൊത്തം കുളമായിട്ടിരിക്കും കേട്ടോ. ഇനിയിപ്പം പുറത്തെ ബന്ധങ്ങളെല്ലാം ശരിയായി. ഇത്ര നേരം ബന്ധങ്ങളൊന്നും ഇല്ലാതിരിക്കുമായിരുന്നു അല്ലേ പിന്നെ? ഇത്ര നേരം ബന്ധങ്ങളൊന്നും ഇല്ലാതിരിക്കുമായിരുന്നു, ബന്ധങ്ങളെല്ലാം റെഡിയായി. രാവിലെ തൊട്ടുള്ള ബന്ധങ്ങളാ. അതെ, നമ്മൾ എവിടെ ചെന്നാലും നമ്മളൊരു സാധാരണക്കാരനെ പോലെ നിന്ന് കാര്യങ്ങൾ നടത്തിയെടുക്കാൻ പറ്റും. ഞാനാണ് ഏറ്റവും വലിയ ആണെന്ന് നിന്നിട്ടുണ്ടല്ലേ? അതെ. പിന്നെ ഇവരുടെ ഭാഷയിൽ ആദ്യം അത് കഴിഞ്ഞിട്ട് ഇവർ സംസാരിക്കുള്ളൂ. ഗൈസ്, ഫൈനലി വണ്ടി നമ്മൾ വന്ന അതേ സ്ഥലത്ത് തന്നെ ഇട്ടു കേട്ടോ. വണ്ടി മാറ്റിയില്ല. എനിക്കും ലിബിനും നല്ല രീതിയിൽ പനി പിടിച്ചു. രാവിലത്തെ ഡിസ്കോ ശരിക്കും ആ മഞ്ഞത്ത് കിടന്ന് എത്രത്തോളം കളിക്കുന്നോ അത്രത്തോളം പണി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇന്ന് ചൂട് കൂടുതലാണല്ലോടാ. പക്ഷെ പുറത്ത് -ആട്ടോ, -20. ആ പുതിയ ഹീറ്റർ അടിപൊളി സാധനം കേട്ടോ, നല്ല ഹീറ്റാ, പഴയ ഹീറ്റർ പോലെ അല്ല. ഉയ്യോ, ശ്വാസം കിട്ടുന്നില്ല. പൈസ കൊടുത്താലും സാധനം നല്ല കിട്ടി. പൈസ കൊടുത്താലും സാധനം നല്ല കിട്ടി. ആ മൂക്കെ വലിക്കുന്ന സാധനം എന്തെങ്കിലും ഇവന് മൂക്കെ വലിക്കാൻ നേരത്തെ മേടിച്ചായിരുന്നല്ലോ. ദൈവമേ, അതുകൊണ്ട് കളഞ്ഞോ ഞാൻ. മൂക്കെ വലിക്കുന്ന സാധനം അവിടെ ഉണ്ടോ? ഇവിടെ ഐസാ. നിനക്ക് മൂക്കിന് പ്രശ്നമുണ്ട്. ഞാൻ മറ്റേ ഡ്രോപ്പ് വരാം, എൻ്റെ ഡ്രോപ്പ് ഇരിപ്പുണ്ട്. എനിക്ക് മൂക്കിന് പ്രശ്നമില്ല. ഗൈസ്, ഫൈനലി എൻ്റെ ഡ്രോപ്പ് ഉണ്ട്. എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നത്? ഉള്ള സാധനമൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ. അത് കിട്ടി. യെസ്, എന്താ ഇത് മൂക്കിന് കഴിച്ചാൽ മതി. മൂക്കിന് കെമിക്കലാ. എന്നാടാ കെമിക്കൽ? പിന്നെ നിനക്ക് പിന്നെ വേറെ കിട്ടും. ഇതെന്താ പിന്നെ ഇവിടെ ഐസാ ഇവിടെ? എൻ്റെ ഇങ്ങനെ ഐസ് എടാ ഇട്ട അപ്പം തന്നെ റെഡി അവിടെ ഇന്നടാ. എൻ്റെ മൂക്കിന് പ്രശ്നമില്ല. ഗൈസ്, ഫൈനലി കാര്യങ്ങൾ പറയാം. നമ്മൾ സിം എടുത്ത് അതേ സ്ഥലത്ത് തന്നെ വണ്ടി ഒതുക്കി. ഇവിടെ ഉണ്ടല്ലോ, പിന്നെ അങ്ങനെ നടക്കുന്നത് ഐസ്. വീഡിയോ എടുത്ത് അതേ സ്ഥലത്ത് തന്നെ വണ്ടി ഒതുക്കി നമ്മളിവിടെ തന്നെ ഇന്ന് കിടക്കാൻ തീരുമാനിച്ചു. ഇനി 1200 കിലോമീറ്ററേ ഉള്ളൂ മോസ്കോയ്ക്ക്. നമ്മുടെ അടുത്ത് അത്യാവശ്യം പൈസയുണ്ട്, വലിയ കുഴപ്പമില്ല. 2 വഴിയുണ്ട് കേട്ടോ. ടോൾ കൊടുത്തും പോവാം, റഷ്യയിൽ ടോൾ കൊടുക്കാതെയും പോവാം. അതിൽ ടോൾ കൊടുത്താൽ ഞങ്ങൾ പോകാൻ വേണ്ടി തീരുമാനിച്ചത്. മൊത്തം 3000 രൂപ അങ്ങനെയാണ് ഉറാലിൽ നിന്ന് മോസ്കോ വരെ പോകാൻ വേണ്ടിയുള്ള ടോൾ ചാർജ്. പിന്നെ
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 25 പേജ് കാർനെറ്റിൻ്റെ ഒരാവശ്യവും ഇല്ല. 10 പേജ് കാർനെറ്റ് എടുത്താണ് ശരിക്കും നിങ്ങൾ 3-4 കൈ വെച്ചാൽ മതി. 25 പേജ് കാർനെറ്റിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല കേട്ടോ. 10 പേജ് കാർനെറ്റ് മതി ശരിക്കും. സത്യം പറയുകയാണെങ്കിൽ നമ്മളിപ്പോ വന്ന് ഒരു രാജ്യത്തും കാർനെറ്റ് വേണ്ട ആവശ്യമില്ല. ലോകത്ത് ഏറ്റവും ശക്തമായി കാർനെറ്റ് വയ്ക്കുന്ന രാജ്യം ഏതാടാ? ഇന്ത്യ. വേറെ എവിടെ? പിന്നെ ഏഷ്യൻ രാജ്യങ്ങൾ കുറച്ച് മലേഷ്യയിലും വേണ്ട, നമ്മളെ നിർബന്ധിച്ച് കുത്തിയതാ. തായ്ലൻഡിൽ ഒട്ടും വേണ്ട. കംബോഡിയയിൽ അവർക്ക് എന്താന്ന് പറഞ്ഞില്ല, ലാവോസിലൊന്നും. വെറുതെ ആട്ടോ ഈ സാധനം. അതായത് നമ്മളിപ്പം ഇന്ത്യന്ന് കയറി നേപ്പാൾ കയറി. അല്ല, ഇന്ത്യന്ന് നേപ്പാളിന് വേണ്ട, ചൈനയ്ക്ക് വേണ്ട, കസാക്കിന് വേണ്ട, റഷ്യക്ക് വേണ്ട, തുർക്കിക്ക് വേണമെന്ന് തോന്നുന്നു. വേണ്ട, ബെലാറസ് വഴി യൂറോപ്പിന് കാണാമല്ലോ. അങ്ങനെയുണ്ട്. പിന്നെ ബെലാറസ് വഴി പോളണ്ടിൽ പോവാം. യൂറോപ്പിൽ ഇത് വേണമെന്നാണ് പറയുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഇന്നേരം കണ്ടതിൽ ഉസ്ബെക്കിസ്ഥാനിലൊന്നും വേണ്ടല്ലോ, എവിടെയും വേണ്ട. ഉസ്ബെക്കിസ്ഥാനും വേണ്ട. ഗൈസ്, ഞങ്ങള് ഇൻഷുറൻസ് എടുത്തു വണ്ടിയുടെ. ഏതാണ്ട് 2500 രൂപ സിം എടുത്തു. ഇവ എന്നാ സംഭവം എന്ന് വെച്ചാൽ കാർനെറ്റിന് കൊണ്ട് നമ്മള് നിർബന്ധിച്ച് കുത്തിക്കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്തെ നിങ്ങൾ പൊക്കോളാനാ, ഇല്ല തിരിച്ചു പൊക്കോളാനാ പറയുന്നത്. പെട്ടുപോകും. കാർനെറ്റിന്റെ ആവശ്യം വേണ്ടെന്നേ. പിന്നെ ധൈര്യത്തിന് കൈ പിടിക്കാൻ ഒരു സാധനം കൊണ്ട് വന്നാൽ മതി. 10 പേജിന്റെ ഒരെണ്ണം എടുത്താൽ ഇനി ഞങ്ങൾ അടുത്ത പ്രാവശ്യം അത് എടുക്കുന്നുള്ളൂ. വണ്ടി ഓഫാക്കാൻ പറ്റില്ല. ഇന്നലെ ഓഫാക്കിയതിൻ്റെ ക്ഷീണം ഇന്ന് ശരിക്കും പറഞ്ഞു രാവിലെ. അതുകൊണ്ട് വണ്ടി ഇന്ന് ഓഫാക്കാതെ ഇടാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പം നാളെ ടെൻഷൻ അടിക്കണം. ഇച്ചിരി എണ്ണ കുറയുന്നേ ഉള്ളൂ. ഇവിടെ 50 രൂപ ലിറ്റർ ഡീസലിന്. 50 രൂപ. ഇനി വണ്ടി 30 ദിവസത്തേന് ഓഫാക്കൂല. 30 അല്ല, തുർക്കി കഴിഞ്ഞ്. അല്ല, അവിടെ മഞ്ഞ് കുറവല്ലേ ഇവിടെ? ഇത്ര ഇല്ല കേട്ടോ. അത്ര ഇല്ലല്ലോ. നമ്മൾ വരുന്ന വഴിക്ക് നമ്മൾ വണ്ടി ഓഫാക്കിയല്ലേ വന്നേ. രാവിലെ എടുത്ത് സ്റ്റാർട്ടായി. അയ്യോ, ശരിക്കും അവശനായി പോയിട്ടോ. അവശൻ. ഇന്ന് ഇവിടെ മഞ്ഞ, ഇവിടെ മഞ്ഞ സൈഡല്ലേ ഗൈസ്, ശരിക്കും അവശനായി പോയി. പിന്നെ ഇവിടെ ഉള്ളവർക്ക് ഭാഷ അറിയില്ല കേട്ടോ. റൂസ്കി അല്ലാതെ കുത വെച്ചോണ്ടിരിക്കുവാണ് ഞാൻ ലിവിന്. ഇതും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ലിവിന് ഇരിക്കുന്നത്. ഞങ്ങൾ അങ്ങോട്ടും പറയും കഥാ കുത അല്ലേ ഗൈസ്? പിന്നെ വേറെ എന്നെ സംബന്ധിച്ച് കഴിഞ്ഞാൽ അന്ന് ഞാൻ വീഡിയോ പറഞ്ഞത് 9:30 ഉള്ളിൽ വന്ന് എല്ലാവരും വീഡിയോ കാണണമെന്നാണ്. അല്ലാതെ 30 മിനിറ്റിനുള്ളിൽ വീഡിയോ കണ്ട് തീർക്കണമെന്നല്ല കേട്ടോ. വീഡിയോ ഇട്ട 9 മണിക്ക് തന്നെ എല്ലാവരും വന്ന് കാണാൻ ശ്രമിക്കണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഗൈസ്, നാളെ അപ്പോൾ ഒരു കിടിലം വീഡിയോ ആയിട്ട് കാണാം. മൊത്തത്തിൽ ടയേർഡാണ്. നാളെ എല്ലാം റെഡി ആകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം വീണ്ടും മറ്റൊരു വീണ്ടും കാണാതിരിക്കും. ഗുഡ് ബൈ. അതാണ്.